ഇൻസ്റ്റാഗ്രാമിലെ രണ്ട് അടിപൊളി ഫീച്ചറുകൾ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ പല പല റീലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും റീൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടുവാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും തുടർന്ന് നിങ്ങൾ താഴെയായി കാണാം വാട്സാപ്പ് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ വന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായി ഇവിടെ നിന്ന് വാട്സാപ്പ് സ്റ്റാറ്റസിലേക്ക് ഇവിടെ കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ഒരു റീലിനെ നമുക്ക് ഡൗൺലോഡും ചെയ്യാതെ തന്നെ നേരെ വാട്സാപ്പ് സ്റ്റാറ്റസിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സ്റ്റാറ്റസ് എന്നതിലേക്ക് നിങ്ങൾക്ക് കൂട്ടുകാരെ മെൻഷൻ ചെയ്യണമെങ്കിൽ മെൻഷൻ ചെയ്യാം. തുടർന്ന് നമ്മളൊന്ന് സ്റ്റാറ്റസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കിടന്നൊരു വീഡിയോ നേരെ ഇപ്പോൾ സ്റ്റാറ്റസ് ആയിട്ട് എൻ്റെ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് പോയിട്ടുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനിവിടെ വരുന്നു, നമ്മുടെ ഇതിലേക്ക് വന്നു, തുടർന്ന് ഞാൻ ഇവിടെ കണ്ടോ അവിടെ സെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റാറ്റസ് സെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ അല്ലെങ്കിൽ റീൽ ആയി കിടന്നിരുന്ന ആ വീഡിയോയെ ഡയറക്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത വീഡിയോ ഇവിടെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടുണ്ട്. തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ തൊട്ട് മുകളിലായി കാണാം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വ്യൂ ഇൻ ഇൻസ്റ്റാഗ്രാം എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയതുപോലെ ആ ഇൻസ്റ്റാഗ്രാമിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചറാണ്. നിങ്ങൾക്ക് പണ്ടത്തെ ലിങ്ക് കോപ്പി ചെയ്ത് വയ്ക്കേണ്ട, അതിന് പകരം ഈ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഫീച്ചർ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിനകത്തുള്ള ഈ നമ്മുടെ എഴുത്തുകളും മൊത്തം ഉള്ളത് കാരണം നമുക്ക് മൊത്തത്തിൽ കാണുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ക്ലിയർ ചെയ്യുന്നൊരു ഫീച്ചറുണ്ട്. ഇത് ചെയ്യുന്നതിനായി നമ്മുടെ ഈ ഒരു 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ വലതുഭാഗത്ത് താഴെയുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെയായി കാണുന്ന വ്യൂ ഫുൾ സ്ക്രീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയുടെ താഴെ എഴുതി കാണിച്ചിരുന്നതും റീലിൻ്റെക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പോയതിനു ശേഷം ഒരു ഫുൾ സ്ക്രീനിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ചെറിയ ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക.